ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് തീർന്നു പോയി, വിജി പെട്ടെന്ന് തീർന്നു പോയി. എന്ത് ചെയ്യാനാ, കൂടുതലിട്ട് നിങ്ങളെ കാണുന്നത് നിങ്ങൾക്കും ബോറായിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ വീഡിയോ സ്റ്റോക്കായിട്ട് ഇല്ലാതിരുന്നു താനും. അങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് തീർന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. കാരണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് കുക്കർ പാസ്തയാണ്. എന്നും ഞാൻ പലരും എൻ്റെ പഴയ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. കുക്കർ വെച്ച് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാമോ അതെല്ലാം ചെയ്യാം. ഞാനിപ്പോൾ ഇച്ചിരി ക്യാരറ്റും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബീൻസ് ചേർക്കാം, കാബേജ് ചേർക്കാം, ഇഷ്ടമുള്ള എല്ലാം ചേർക്കാം കേട്ടോ. അതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിൽ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ വെച്ചൊക്കെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്വല്പം ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. എന്നാൽ ഞാൻ പാസ്തയൊന്ന് കഴുകിയിട്ടുണ്ട്. ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പാസ്ത എടുക്കുന്നത് അതേ അളവിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇച്ചിരി ലോങ് ടൈപ്പിലുള്ള കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു. അതുകൂടെ ഞാൻ കുറേ ദിവസം കൊണ്ട് അതായിട്ട് ഇവിടെ ഇരിക്കും. അത് ഉണ്ടാക്കിയ എല്ലാവർക്കും കഴിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇങ്ങനെ പരാപരം വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കും. എന്നിട്ട് ഒറ്റ വിസിൽ. എന്നിട്ടിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോയും നിങ്ങൾക്ക് വഴറ്റി ചേർക്കാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ ഞാനിതിൽ ടൊമാറ്റോ സോസും മയോണൈസും ഒഴിക്കുന്നുണ്ട്. അപ്പം ചൂടോടാകുമ്പോൾ നമുക്കിൽ ചീസ് ഇട്ട ഒരു ടേസ്റ്റാണ് ഈ മയോണൈസ് ഇടുമ്പം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതേസമയം നിങ്ങളുടെ കുക്കർ ഒരു വിസിലടിച്ച് അതിൻ്റെ അകത്ത് തന്നെ പ്രഷർ പോകാതിരിക്കുകയാണെങ്കിൽ അത് ഒത്തിരി വെന്ത് പോകുമെങ്കിൽ കുറച്ച് പ്രഷർ തുറന്ന് വിടണേ. എൻ്റെ കുക്കറിൽ ഞാനൊരു വിസിൽ വന്നു കഴിഞ്ഞ് കുറച്ച് തുറന്ന് വിടും. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് വെന്ത് ഇതാവും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഈ പാസ്ത ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഉള്ള വലിയവർക്കും ഇഷ്ടമായത്. അപ്പോൾ ഇത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെനക്കേടും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഒന്നേലൊന്നേ തൊടാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീസമ്മോന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇച്ചിരി ഏത്തക്ക ഉണ്ടായിരുന്നു. അതിങ്ങനെ നെയ്യിൻ്റെ അകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡും ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ചീസ് വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതും ഇതുകൂടെ ആകുമ്പം അവൻ ഉച്ചയ്ക്ക് റെഡിയായി. ഞാനിതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം കഴുകുന്നത്. നോക്കട്ടെ ഇത് കഴുകിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെള്ളം. നമ്മുടെ നാട്ടിലാണെങ്കിലും മരത്തിൽ നിന്ന് പിച്ചുന്നതിൽ ഇത്രയും പൊടിയില്ല. ഇന്നലെ ഞാനിത് ഊരിയപ്പോഴേ എനിക്ക് മനസ്സിലായി കയ്യിലൊക്കെ നല്ല കറുപ്പ് പൊടിയായിരുന്നു. ഇവിടെ അത്രയ്ക്ക് പൊല്യൂഷനും പൊടിയുമാണെന്ന് ചിന്തിച്ചു. പണ്ടൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വരിക, കുടഞ്ഞെടുക്കുക. വെള്ളം ഞാൻ കാണിക്കാം. ഒന്നുകൂടെ ഒന്ന് കഴുകാം. ആദ്യമൊക്കെ കഴിയതിൽ എന്ത് കറുത്ത വെള്ളമായിരുന്നെന്നറിയാം. അടിയിൽ മണ്ണ് നമുക്ക് കാണാമായിരുന്നു പാത്രത്തിൻ്റെ. ഇവിടെ വന്ന ആദ്യത്തെ സംഭവം ഇത് കേട്ടോ. ബോംബെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. നമുക്കിത് കിട്ടാറില്ലായിരുന്നു. ഇതിപ്പോൾ അവിടെ ഇങ്ങനെ മരം ഇങ്ങനെ ആയതുകൊണ്ട് വാച്ച്മാനോട് പറഞ്ഞുകൊണ്ട് അവൻ ചൊടിച്ച് തന്നതാണ്. ഒരില പോലും കളയാതെ ഞാൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ലായിരുന്നു. നമുക്ക് വലിയ മരം ഉണ്ടായിരുന്നേ. അതിൻ്റെ മുരിങ്ങക്കാ വരുമ്പോഴത്തേന് ഇതിൻ്റെ കമ്പിന് ഒട്ടും കട്ടിയില്ല. വരുമ്പോഴത്തേന് കമ്പ് ഒടിഞ്ഞു വീഴുമായിരുന്നു. ഞാൻ കാണിക്കാം വെള്ളമേ. കണ്ടോ ഒന്നുകൂടെ കഴുകട്ടെ. ഇതിൻ്റെ ഈ പൂവുണ്ടല്ലേ, പൂവും തോരൻ വയ്ക്കാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? നല്ലതാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാകുന്ന സമയത്ത് പൂ ഇങ്ങനെ തറയിലിങ്ങനെ അങ്ങ് പൂത്ത് കിടക്കും. പിന്നെ ഞങ്ങളതെല്ലാം ഓരോന്നുള്ളി പറക്കി തോരൻ വെക്കും. നല്ല മുട്ടത്തോരൻ പോലെ ഇരിക്കും.
ഞാൻ ഇത് മൊത്തം കറി വെക്കാൻ എടുക്കുന്നില്ല, കുറച്ച് കറിയും വെക്കാം, ഒരു പിടി എടുത്ത് കറിയും വെക്കാം, ബാക്കി തോരൻ വെക്കാം. ആരൊക്കെ കൂട്ടുന്നു ആരൊക്കെ കൂട്ടുന്നില്ലെന്ന് കണ്ടറിയാം. കാരണം ഞാൻ ഇതുവരെ ഇത് വെച്ചിട്ടില്ലല്ലോ, നമുക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ലല്ലേ. അതുകൊണ്ട് ഒരു നാട്ടിലുള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടേ ഉള്ളൂ. ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. ഒരു കൊതി ഇതിൻ്റെ കറി ഒന്ന് കൂട്ടണമെന്നും ഒരു തോരൻ കൂട്ടണമെന്നും. അതുകൊണ്ട് കിട്ടിയത് രണ്ട് ഇതായിട്ട് ചെയ്യുക. ഒരു 10 വലിയോളം വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. അടുക്കള ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, അതാ ഒരു സൗണ്ട്. അപ്പോൾ നോർമൽ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, അതുകൊണ്ട് ഞാനങ്ങ് പിന്നെയും കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഇന്നലത്തെ ഇച്ചിരി തലയും മീൻകറിയും നമ്മൾ വെച്ചില്ല, തലയും മീൻകറിയെന്ന് തലയും മുള്ളൂടെ മീൻകറി വെച്ചില്ലായിരുന്നു, അത് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നിപ്പോൾ ഇതിനുള്ള ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൊതി കൊണ്ട് അതിപ്പം എടുക്കാനാണെങ്കിൽ ആ ഇല ഒരു തോരനേ ഉള്ളൂ, അല്ലെങ്കിൽ കറിക്കാന്നേലും അത് മൊത്തം ഇട്ട് വഴറ്റിയാലും സാരമില്ല. അപ്പോൾ എൻ്റെ കൊതിയുടെ ഇതുകൊണ്ട് ഞാനത് 2 പാർട്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി സവാളയൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കുന്ന ഉടനെ ഇത്തിരി ക്വാണ്ടിറ്റി കിട്ടുമെന്നല്ലോ എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പം ഞാൻ ഇച്ചിരി എൻ്റെ ഈ പാൽപ്പാടം എടുത്ത് വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് ഉരുക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ ഇത്ര എടുത്ത് ഒന്ന് കറി വെക്കാനായിട്ട് ഇത്രയും പിടി എടുത്തിട്ടുണ്ട്. അത് ഇപ്പം അതൊന്ന് തീ കയറുമ്പോഴേ അതങ്ങ് ഒരു തവിയാവത്തേ ഉള്ളൂ. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പം അപ്പുറത്തെ ചീനച്ചട്ടിയിൽ ഞാൻ ഇച്ചിരി ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഈ അരപ്പിനായിട്ടേ തേങ്ങ നല്ലതായിട്ട് വേണേ. അത് നിങ്ങളിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു 2-3 കൊച്ചുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കും. കുടുംബോൻ അവിടെ നാട്ടിൽ പിള്ളേരുമായിട്ട് വീഡിയോ കോൾ ചെയ്യുക. ഓക്കെ അപ്പോൾ പോൾമോന് വീഡിയോ കോൾ ചെയ്ത ദിവസം ഇന്ന് അവന് എക്സാം ആയിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ പഠിച്ചോ മോനെ, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ അമ്മച്ചി അനുഗ്രഹം കൊടുത്തതാണ്. മറ്റവന്മാർ ആ ഇളയവൻ ഭയങ്കര പീന്ന് വെച്ചാൽ എന്തോ സംസാരം. ഇളയവൻ മൂത്തവൻ അത്ര അവൻ ഇത്തിരി ശാന്തതയാണ്. അവൻ ഒരിടത്തൊരു ടോയും കൊണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇളയത് പക്ഷേ അങ്ങനല്ല. എൻ്റെ ദൈവമേ, കുണ്ടളപ്പുഴു എന്ന് കേട്ടിട്ടില്ല? കുണ്ടളപ്പുഴു എന്ന് അതുപോലുള്ള സ്വഭാവമാണ് ഇളയവൻ. അതുകൊണ്ട് അവൻ്റെ ശരീരത്ത് ഒന്നും കാണുക, അവന് വഴുക പോലെ ഇരിക്കുക. മറ്റോൻ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. ഇവനാണെങ്കിൽ എന്തൊക്കെയാണോ പോകുന്നത്. ഇപ്പോഴും പോളച്ചാച്ചാന്നും പറഞ്ഞ് പപ്പ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേന് പാവ ഓടി പപ്പ മുറ്റത്തെങ്ങാണ്ടായിരുന്നു. അപ്പോഴത്തേന് അമ്മ വെച്ച്. ഇനി അവിടെ എന്തോ ബഹളമായിരുന്നേക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തോരൻ എന്തോ ചെയ്തെന്നറിയാമോ? വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ആ തേങ്ങ ഞാൻ പറഞ്ഞൊരു ഉള്ളി, ഞാൻ ഇച്ചിരി ഉള്ളി എടുത്ത്, കാരണം ഇല കുറവായിരുന്നു. പിന്നെ തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്തു. ആ മുരിങ്ങയില ഞാൻ ഇച്ചിരി ഒന്ന് അരിഞ്ഞായിരുന്നു, വെറുതെ ഒന്ന് പിടിച്ചിട്ട് ഓരോ പിടിയൊന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിട്ട് ഒട്ടും വെള്ളം ഒഴിക്കല്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് മെഴുക്കോട്ടാനായിട്ട് അടപ്പത്തിട്ടിട്ടുണ്ട്. അതവിടെ പതുക്കെ കിടന്ന് വെന്തോളും. പിന്നെ തുണികളുണ്ടായിരുന്നു, ആ തുണികളൊക്കെ ഞാനൊന്ന് വിരിച്ചിടുക. അപ്പോൾ മുരിങ്ങയില ഞാൻ അടപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയില വെച്ചേക്കുന്നത്, കാരണം അത് ഇലയൊന്ന് വേവണ്ടേ. ഒട്ടും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അത് അടുക്കി പിടിച്ചാലോ എന്നും പറഞ്ഞു.
അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി ഒന്ന് നോക്കിയാണ് ഉപ്പ് തീരെ കുറവാണ്. സെയിം നമ്മുടെ ഇവിടുത്തെ ഈ മേത്തിയുടെ ഉലുവായില ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് എല്ലാവരും കഴിച്ചു എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി. മക്കളെല്ലാം കഴിച്ചെന്നറിഞ്ഞപ്പോഴേ അതിനകത്ത് ഞാൻ കടു പൊട്ടിച്ചാണെ 2-3 മുളക് കൂടെ പൊട്ടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ദൈവമേ ഇനി കഴിക്കാതിരുന്ന് കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഈ മുരിങ്ങയുടെ ഇലയാണേലും പൂവാണേലും കായാണേലും എല്ലാം ശരീരത്തിന് നല്ല ഗുണം തരുന്ന സാധനമാണ്. അപ്പം ഞാൻ ഈ കറിക്കുള്ളത് നന്നായി വഴറ്റി എന്നിട്ട് അതിനകത്ത് അരച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, ഈ പോൾമോൻ ഈ കറി കൊച്ചവന് ഞാൻ ഇളക്കി കൊടുത്ത് ഈ ഇലകൾ കാണുമ്പോൾ ഇവന്മാർ ഇലകൾ മാറ്റി വെക്കും. അതുകൊണ്ട് ഞാൻ എന്നിട്ട് ചിന്തിച്ചായിരുന്നു ഈ കറി വെക്കാതെന്നാൽ ഈ ഇല അയണല്ലേ, ഇത് നല്ല അയൺ ഇതല്ലേ ഇലക്കകത്ത്, എന്നാൽ ഇത് ഒന്ന് അരച്ചിട്ട് വല്ല കട്ട്ലേറ്റോ അങ്ങനെ കാണാൻ ഉണ്ടാക്കി എങ്ങനെയും വയറ്റി ചെല്ലാൻ വേണ്ടി ചെയ്ത് കൊടുക്കാമെന്ന്. പിന്നെ ഇല്ല, മുരിങ്ങയില കറിയുടെ കൊതി കൊണ്ട് ഞാനങ്ങ് കറി ഉണ്ടാക്കി. പ്രൈസമോൻ ഞാൻ പറഞ്ഞില്ല ഞാൻ വാരി കൊടുത്തെന്ന്. ഞാൻ ചോദിച്ചു മക്കളെ എങ്ങനെ ഉണ്ടാക്കളെ ഈ കറി ചോദിച്ചു, മോര് കറിയാന്ന് തോന്നി. ഞാൻ പറഞ്ഞു അല്ല, ഒരു ടേസ്റ്റ് ഉണ്ട് മമ്മി എന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഞാൻ ഇളക്കി കൊടുത്ത കാര്യം പറഞ്ഞ് ഇവൻ പ്രൈസമോൻ ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിരി ഒന്ന് പൊക്കി പറയുന്നുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നും പറഞ്ഞങ്ങ് കഴിക്കും. അത് ചില സമയത്ത് എന്തുവന്നേലും കഴിച്ചു, എനിക്കും സന്തോഷമായി. അങ്ങനെ ഇതൊന്ന് ഞാൻ തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. കടുക് വറുക്കാൻ നേരം ഞാൻ അവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അവരവിടെ കിടന്ന് വാ വെക്കുക പ്രീസൻ തന്നെത്താൻ ആ ഊന്നൊക്കെ കരയെ വെക്കുക വെറുതെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിക്കകത്ത് നമ്മൾ ഈ ഇല വഴട്ടത്തില്ലേ ആ സമയത്ത് കടുകെല്ലാം വറുത്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ലാസ്റ്റ് കടുക് വറക്കുന്നേ ഉള്ളൂ, എനിക്കതാ ഒരു സംതൃപ്തി. ഇതിൻ്റെ അകത്ത് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ടേ. വറ്റൽമുളക് കൂടെ ചേർത്ത് കുറച്ച് ഉള്ളിയും എല്ലാം, കറിവേപ്പില ഞാൻ ചേർക്കുന്നില്ല കാരണം ഇല ആയതുകൊണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നില്ല. ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ച് അത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. जयकार करो हो, जय हो, जय हो। जिन दुखियों का है दाता, भटके हुए उनको राह दिखाता। दिन दुखियों का है दाता, भटके हुओं को। ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്ത് കൊടുത്തോണ്ട് ഇവൻ കുറച്ച് നേരം കൊണ്ട് പഠിച്ച് ബോറായണ്ടേ ഇവൻ പറഞ്ഞ പാട്ട് പാടുക എന്നുള്ള ഇതിൽ കുറച്ച് നേരം ഇരുന്ന് പാടുന്ന ഞാൻ കേട്ട്. പിന്നെ ചോദിക്കുന്നത് അപ്പച്ച എൻ്റെ കൂടെ പാടാമോ അപ്പച്ച? അത് കേട്ടോണ്ടേ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പോയതാണ്. അവിടെ അപ്പച്ചൻ്റെയും കൊച്ചുമൻ്റെയും കൂടെ പാട്ട്. ഇപ്പോൾ ഇവൻ ഈ അപ്പച്ചൻ്റെ അടുത്ത് ഇരുന്ന് അപ്പച്ച ഒന്ന് ചിരിക്കുക അപ്പച്ച. അപ്പച്ചൻ ഇച്ചിരി സീരിയസാണ് കേട്ടോ, തമാശ എന്ന് പറഞ്ഞാലും അപ്പച്ചൻ അത് പറയും. ഇങ്ങനെ ഇവൻ ചെന്ന് താടിക്കുകയാണ്, അപ്പച്ച എന്തുകൊണ്ട് അപ്പച്ച ഈ എന്നെ ഇതേടെ താടിക്കുക. അപ്പച്ചനില്ല പഴയ രീതിയാണ്, ഈ ഇപ്പോഴത്തെ പുതിയ ഇതിലല്ല, ആ പഴയ ഇതിലാണ് അപ്പച്ചൻ ഇപ്പോഴും ഇടപെടുന്നത്. ഡാഡി അങ്ങനെ ഒരു തമാശയൊന്നും അങ്ങനെ പറയത്തില്ല. ഇപ്പോൾ റേച്ചാനും പോൾമോനും കൂടെ ഇപ്പം എന്തോ പപ്പ എന്ന് പറയുമ്പോൾ തോളയിലൊക്കെ ഡാ പപ്പായ അവിടെ വന്നോടാ അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ റേച്ചാൻ പറയും എന്തുവാ ഡാഡി പഴയ കാലമാണെന്നോ, ഇപ്പം അവനങ്ങനെ എന്നോട് സംസാരിച്ചില്ലയോ. അപ്പം റേച്ചാനും പോളും കൂട്ടുകാരെ പോലെ. അപ്പം ഞാനിവിടെ ഈ കോവയ്ക്ക ഞാൻ പറഞ്ഞില്ലേ കിശികിശായിരിക്കുന്ന കോവയ്ക്കായിരുന്നു, അത് ഒത്തിരി സമയം എടുക്കും അതൊന്ന് വഴന്ന് വരണമെങ്കിൽ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചെറിയ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിരുന്ന് ചെറിയ തീയിൽ ഇട്ടിരുന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് കുത്തിരി കഴിഞ്ഞാൽ മുളക് പൊടി ചേർത്തത്. പിന്നെ അത് കുറേ നേരം കഴിഞ്ഞാണെങ്കിൽ അത് വഴന്ന് വന്നു. അപ്പോൾ പോൾമോൻ ഡാഡിക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോൾമോൻ കറിയും കൂടെ ആയിട്ടാണ് പോൾമോൻ കൊടുത്തത്. അവന് ഇച്ചിരി ചോറ് കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് കറിയും കൂടെ കൊടുക്കാൻ. ഡാഡിക്ക് ചപ്പാത്തി ആകുമ്പം കോവയ്ക്കാൻ മെഴുക്കുരട്ടിയും തോരനും ഒക്കെ കൂട്ടി ഡാഡിക്ക് ചപ്പാത്തി കൊടുത്തു. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി കറിയും ഇരിപ്പുണ്ട്, അതുകൂടെ പീസുകൾ അങ്ങനെ ഇല്ല. വേണ്ട പുളി മत डालो। അപ്പം ഞാനിച്ചിരി പുളി എല്ലാം കൂടെ കൂട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ അവനത് വേണ്ട, അവന് പുളി കിളി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഉള്ള ഒരു ഇച്ചിരി അവന് കൊടുത്ത്. അപ്പം എനിക്ക് പുളിയാണെങ്കിലും ഞാൻ എടുത്ത് കഴിക്കും.
സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കിനും അവർക്കും അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ ദിവസം എല്ലാവരും നന്നായി കഴിക്കും, പിന്നെ തദൈവ. അപ്പം ഞാൻ ആണെങ്കിൽ എടുക്കുമ്പം ഇച്ചിരി അവസാനത്തെ ആ പുളിയും മസാലയും എല്ലാം കൂടെ കൂട്ടി, മുള്ളും എല്ലാം കൂടെ കൂട്ടിയെടുക്കും. അപ്പം അനു വന്നിട്ട് പോൾമോന് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുറേ ഡാഡിക്കൊരു മണിയാണെ കൊടുത്ത്, ഇവനൊരു 1:30 ഒക്കെ കൊടുത്ത്, പിന്നെ അനു വന്നിട്ട് പോകുമ്പോഴത്തേനും മണി 2:30 കഴിയും. ചില ദിവസം അവൾ 2 മണിക്ക് വരും, ചില ദിവസം 2:30 വരും. അതനുസരിച്ച് പിന്നെ അവൾ വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാനോട് എടുത്തുകൊണ്ട് പോയി. എനിക്ക് പക്ഷേ മീൻകറി ആദ്യത്തെ ദിവസം എത്തേനേക്കായി പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവർക്കൊക്കെ ചില സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ ടേസ്റ്റ് കാണത്തുള്ളൂ, പിന്നെ അവർക്ക് അധികം അങ്ങനെ വേണ്ടി വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.